അവൻ എന്താ പറഞ്ഞത്? റിസൾട്ട് വന്നു കഴിയുമ്പോ അമുട്ട് പൊട്ടിക്കുന്നത് എന്റെ മുഖത്താണെന്ന്. എന്നിട്ടോ എന്റെ ചില കണക്കൂട്ടലൊക്കെ തെറ്റി. 10 വർഷത്തെ LDF ഭരണം അവസാനിക്കുകയാണ്. എണ്ണാനൊന്നും പറ്റില്ല, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. ഒരു വിസിലടിയോട് കൂടിയിട്ട് നിരപ്പേൽ തറവാടിന്റെ അടിത്തറകളഞ്ഞു. ഒരു തർക്കമൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാമോ? ഇനി എണ്ണിയവർക്കെങ്ങാനും തെറ്റുപറ്റിയതാണോ? എണ്ണിയവർക്ക് തെറ്റ് പറ്റിയാലും ജനങ്ങൾക്ക് തെറ്റ് പറ്റില്ല. ഇതോ എസ് കെ ഒരു മര്യാദയില്ല. എസ് കെ ഒരു മര്യാദ വേണ്ട. എസ് കെ നോക്കൂ, UDF ഇങ്ങനെയൊക്കെയാണ് റിസൾട്ട് വരുന്നത്. ഈ അത്ഭുതങ്ങൾ സാധിച്ചെടുത്തത് ആരാണെന്ന് അറിയാമോ? ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തോടെ 100-ലധികം സീറ്റോടുകൂടി UDF കേരളത്തിൽ അധികാരത്തിലേറ്റു. മുത്തുപോലെ എന്റെ തലയിൽ സംഗതി ഉണ്ടെന്ന് എനിക്ക് ഇപ്പോഴല്ല മനസ്സിലായത്. നീ ഒരു മനുഷ്യനല്ല, പാഠപുസ്തകം. വലിയ വലിയ വൻ വിജയമാണ് UDF ഉണ്ടാകുന്നത്. അവർ പറഞ്ഞതുപോലെ തന്നെയുള്ള വിജയം. ബക്കറ്റ് എടുക്കേണ്ടി വരും. കക്കുസിപ്പോവാനോ? പിരിവിന്. ഇന്ദിരാഭവനിൽ പ്രവർത്തകർക്കൊപ്പം ആഹ്ലാദം പങ്കിടാൻ എത്തുകയാണ്. ഭരണം ഉറപ്പിച്ചിരിക്കുന്നു UDF. അങ്ങോട്ട് കൂടി ഒന്ന് പോടോർന്ന്. അപ്പഴേ നിങ്ങൾ കുറച്ചങ്ങോട്ട് മാറിയെന്നേ, ഒന്ന് മാറിയേട്ടാ. ജോസിന് ഇച്ചിരി കാറ്റുകൊള്ളട്ടെ. 6 റൗണ്ടുകൾ കഴിയുമ്പോഴും ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഔദ്യോഗിക കണക്ക് പ്രകാരം 647 വോട്ടിന് പിന്നിലാണ്. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. അല്ല, നിങ്ങളെ പോലെ വലിയൊരാള് അടി തെറ്റിയ അനയും വീഴും. പാർട്ടി കോട്ടകളിലാണ് കൂടുതൽ വോട്ട് പോയിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. കളിപ്പറമ്പിൽ പാഠം പഠിച്ചിരിക്കുന്നു പാർട്ടി. എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത്? മിസ്റ്റർ മക്തായി, ഈ പരാജയത്തെ താങ്കൾ എങ്ങനെ നോക്കി കാണുന്നു? പൊതു ട്രെൻഡാണ്. കേരളത്തിലെ മന്ത്രിമാരൊക്കെ പരാജയപ്പെടുന്ന ആദ്യമാണോ? എന്നാൽ ഇങ്ങനെ ഉണ്ടാവും ഒരു തോൽവി. എനിക്ക് ചോറ് വേണ്ട. അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ജനത്തിന് ഇപ്പൊ തിരിച്ചറിവ് വന്നു തുടങ്ങി. എന്നെ എന്തോ ഒരു പുതിയ കാര്യം സംഭവിച്ചു എന്നുള്ള മട്ടിൽ എന്നെ കാണണം. എന്താ എന്റെ ഉദ്ദേശം? പിടിച്ചു നിൽക്കണ്ടേ മുത്തശ്ശ? എസ് കെ ഒരു മയമില്ല ഉണ്ടല്ലോ. ഇങ്ങനെ കാലയമാരി താഴടിച്ചോളെ. അപ്പോ നീ അവിടെ തകർത്തു അല്ലേ? തകർത്തു തരിപ്പണമാക്കി. അതിന് എല്ലാത്തിനും എന്റെ ഒരു മേൽനോട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഭംഗിയായി. ഡോക്ടർ വിമലാരാമൻ 8 നിലയെ പൊട്ടി. ഇവിടെ കേരളത്തിലെ ജനങ്ങൾ ഒരു സുനാമി കണക്കെ ആഞ്ഞടിച്ച് UDF വിജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിന്റെ പൊതുജനവികാരമാണ്. മുട്ടുമടക്കി മുതലപ്പൂട്ട് പൂട്ടി അവന്റെ നാഭി ചവിട്ടാ ദേ കിടക്കുന്നവന്റെ കടുകും കരുവേപ്പലയും. ചാത്തന്നൂരിൽ താമര വിരിഞ്ഞു. ചാത്തന്നൂരിൽ BJP വിജയിച്ചിരിക്കുന്നു 4000-ൽ പരം വോട്ടുകൾക്ക്. ഞങ്ങൾ ഉണർന്നു കഴിഞ്ഞു. ഞങ്ങളുടെ പാർട്ടി ഇതുവരെ ഒരു ലക്ഷ്യബോധമില്ലാതെ മുന്നോട്ട് പോവുകയായിരുന്നു. ഇപ്പോഴൊരു ലക്ഷ്യമായി. CPM അധികാരത്തോട് ചേർന്ന് നിന്ന ആളുകൾക്ക് ഗുണമുണ്ടാകുന്ന തരത്തിൽ, അവരുടെ അപ്രമാദിത്വം ഉണ്ടാകുന്ന തരത്തിൽ, ജനാധിപത്യത്തെ ഒരുപാട് തരത്തിൽ ദുർബലപ്പെടുത്തുന്ന രീതിയിൽ, ഏകാധിപത്യത്തിന്റെ സ്വഭാവങ്ങൾ കാണിക്കുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റം, അതാണ് ജനങ്ങളെ അകറ്റിയത് എന്ന വിലയിരുത്തലാണ് വേണ്ടിവരിക. എല്ലാം കൂടെ ആലോചിക്കുമ്പോ വിഷം മേടിച്ചിരുന്ന കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യുന്നതാണ് നല്ലത്. വരുന്ന 2-3 ദിവസങ്ങൾ ചിലപ്പോൾ വളരെ നിർണായകമായിരിക്കും. ഇനിയാണ് കളി. ഇനിയാണ് ബാപ്പു കളി വരാൻ പോകുന്നത്. Just wait and see.